നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 274 ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാവുന്ന പോലെ കുംഭകർണൻ രാവണനോടുള്ള തൻ്റെ ഉപദേശം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുംഭകർണൻ ഇവിടെ ആരെയാണ് പ്രധാനമായിട്ടും ഉന്നം വെക്കുന്നത്? രാവണനെ തെറ്റായിട്ടുള്ള ഉപദേശം കൊടുത്തിട്ട് കുഴപ്പത്തിൽ ചാടിക്കുന്നവരെ, വഴിതെറ്റിക്കുന്നവരെ, മന്ത്രിമാർ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ ഉപദേശകർ അല്ലെങ്കിൽ സ്തുതിപാഠകർ, അനുചര വൃന്ദങ്ങൾ, അവരെയാണ് കുംഭകർണൻ ലക്ഷ്യമാക്കുന്നത്. അദ്ദേഹം പറയുന്നു, മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിയിടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചുവും. ഇങ്ങനത്തെ മൂഢന്മാരായിട്ടുള്ള, മണ്ടന്മാരായിട്ടുള്ള മന്ത്രിമാർ, ഉപദേശകരൊക്കെ പറയുന്ന അവരുടെ ചൊല്ലു കേട്ടിടുകിൽ, അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാടും നശിക്കും, അങ്ങയുടെയും കൂടെയുള്ളവരുടെയും ആയുസ്സുമില്ലാതാവും, കുലം നശിച്ചു പോകും, നമ്മുടെ രാക്ഷസ കുലം തന്നെ നശിച്ചു പോകും. അദ്ദേഹം ചില ഉപമകൾ പറയുകയാണ്. വാദ്യങ്ങളുടെ ശബ്ദഘോഷം കേട്ടിട്ട് ചില ജീവികൾ, ചില മൃഗങ്ങൾ അങ്ങോട്ടേക്ക് ആകൃഷ്ടരായി പോകും. പക്ഷേ അവർ അബദ്ധത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്, അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. അങ്ങനെ ശബ്ദഘോഷങ്ങളിൽ ആകൃഷ്ടരായി അവിടത്തേക്ക് പോകുന്ന മൃഗങ്ങൾ മരിച്ച് വീഴുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ മത്സ്യങ്ങൾ ചില തിളക്കം, ചില വെളിച്ചം ഒക്കെ കാണുന്ന സ്ഥലത്തേക്ക് മോഹിച്ച് ചെല്ലുന്നു, അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവർ ചൂണ്ടയിൽ കുടുങ്ങുന്നു. ചൂണ്ടയിൽ അവരെ കുടുക്കാനായിട്ടാണ് ആ വെളിച്ചവും ആ പ്രകാശവും ആ തിളക്കവുമൊക്കെ അവിടെ ആ ചൂണ്ട പിടിക്കുന്നവർ ഇടുന്നത്. അതറിയാതെ അങ്ങോട്ട് പോയിട്ട് ഈ മത്സ്യങ്ങൾ അതിൽ കുരുങ്ങി അവരുടെ ജീവൻ ഹോമിക്കുന്നു. അതേപോലെ മറ്റൊരു ഉദാഹരണം കുംഭകർണൻ പറയുന്നത്, അഗ്നിയെ കണ്ട് മോഹിച്ച് അടുത്തേക്ക് ചെല്ലുന്ന ശലഭങ്ങൾ കരിഞ്ഞു വീഴും. നമുക്കറിയാം, വിളക്ക് കത്തിച്ച് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രകാശമുള്ള സ്ഥലത്തേക്ക് ശലഭങ്ങൾ, പ്രാണികളൊക്കെ അടുത്തേക്ക് ഓടി ചെല്ലും, പറന്ന് ചെല്ലും. പക്ഷേ അതെല്ലാം ആ അഗ്നിയുടെ ചൂടേറ്റ് കരിഞ്ഞു വീഴുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അങ്ങോട്ട് ആകൃഷ്ടരായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ശലഭങ്ങൾ അല്ലെങ്കിൽ പ്രാണികൾ ഇതൊന്നും ഓർക്കുന്നില്ല, ഇതൊക്കെ കാണുന്നില്ല. എന്നിട്ട് കുംഭകർണൻ പറയാണ്, ആഗ്രഹം ഒന്നെങ്കിലേറിയാൽ ആപത്ത്, അത്യാഗ്രഹം എന്തിലായാലും ആപത്താണ്. ആഗ്രഹം മനുഷ്യന് തോന്നാം, ആർക്കും ആഗ്രഹം തോന്നും, പലതിലും ആഗ്രഹം തോന്നും. ചില വസ്തുക്കളിൽ തോന്നും, ചില മനുഷ്യരിൽ തോന്നും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നും. പക്ഷേ അത് അത്യാഗ്രഹത്തിന് വഴിമാറിയാൽ അത് ആപത്തിലേക്കാണ് കൊണ്ടുവന്ന് ചാടിക്കുക എന്നുള്ള സാരോപദേശം ഇത് രാവണന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും, രാമായണം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും എല്ലാവർക്കും, ആത്മീയ അന്വേഷകർക്കും നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ലൊരു മോട്ടിവേഷണൽ ടിപ്പാണ് കുംഭകർണൻ ഇവിടെ നൽകുന്നത്. അത്യാഗ്രഹം കൂടിയോ അത് ആപത്തിലേക്ക് നയിക്കും. ഇതാണ് കുംഭകർണൻ നൽകുന്ന പാഠം. പിന്നെ അതിനെ അകറ്റാനും കഴിയില്ല. അത്യാഗ്രഹം കൂടിയാൽ ആപത്താണ് നമുക്കറിയാം, പക്ഷേ നമുക്കതിനെ ആ ആഗ്രഹത്തെ നമുക്ക് മറികടക്കാനായിട്ട് അല്ലെങ്കിൽ പിടിച്ചു നിർത്താനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നും കുംഭകർണൻ സമ്മതിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെയാണ് പോകുന്നത്. ആ ഇന്ദ്രിയങ്ങളാണ് ഈ ആപത്തിലേക്ക് നമ്മളെ വരുത്തി വെക്കുന്നത്. എന്നാൽ ചില ആൾക്കാരുണ്ട്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്, ഇന്ദ്രിയങ്ങൾക്ക് പറയുന്ന വഴി ആയിരിക്കത്തില്ല അദ്ദേഹം സഞ്ചരിക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാർ, ഏറ്റവും വലിയ ജ്ഞാനികളൊക്കെ മാത്രമേ അങ്ങനെയുള്ളൂ. അപ്പോൾ ഇന്ദ്രിയത്തെ ജയിച്ചവർ എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഒരാപത്തും ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ ആപത്ത് ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ പറയുന്ന വഴിയെ പോകാതിരിക്കണം. കണ്ണ് ചില കാഴ്ചകളിലേക്ക് നമ്മളെ നയിക്കും, ചെവി ചില ശബ്ദങ്ങളിലേക്ക് നമ്മളെ നയിക്കും, മൂക്ക് ചില ഗന്ധങ്ങളിലേക്ക് നമ്മളെ നയിക്കും, നാവ് ചില രുചികളിലേക്ക് നമ്മളെ നയിക്കും, ത്വക്ക് ചില സ്പർശനങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകളിൽ കുടുങ്ങും. എന്നാൽ ഇങ്ങനത്തെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവരാണ് ഇന്ദ്രിയങ്ങളെ ജയിച്ചവർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ആപത്തുണ്ടാകുകയില്ല എന്നും കുംഭകർണൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അങ്ങക്ക് എന്തുകൊണ്ടാണ് സീതാദേവിയിൽ ആഗ്രഹം ജനിച്ചതെന്നറിയാമോ? രാവണന് വലിയൊരു ആഗ്രഹം തോന്നിയല്ലോ സീതയെ സ്വന്തമാക്കണമെന്ന്. അതിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അത് നമ്മുടെ കുലത്തിനും നമ്മുടെ നാടിനും ഉന്മൂലനാശം വരുത്തി വെക്കുന്നതിനായിട്ടാണ്. ഇത് ആത്യന്തികമായിട്ട് ചെന്ന് നിൽക്കുക നമ്മുടെ നാടിൻ്റെയും ലങ്കയുടെയും കുലത്തിൻ്റെയും രാക്ഷസ കുലത്തിൻ്റെയും നാശത്തിലാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം വേണം. ആ കാരണമാണ് അങ്ങേക്ക് സീതാദേവിയിൽ ജനിച്ച ആഗ്രഹം. ചില കാര്യങ്ങൾ അദ്ദേഹം കുംഭകർണൻ വീണ്ടും പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ലതിനല്ല എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കും അറിയാം നമ്മൾ ചെയ്യുന്നത് നല്ലതിനല്ലെന്ന്, പക്ഷേ നമ്മൾ അത് തന്നെ ചെയ്യും. എത്രമാത്രം റെസിസ്റ്റൻസ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ അറിയാം നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെന്ന്, എങ്കിലും
നമ്മൾ അത് തന്നെ ചെയ്യും. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് എന്താ അങ്ങനെ കാരണം. അതിനും കുംഭകർണൻ മറുപടി. കുംഭകർണൻ എത്ര വലിയൊരു മഹാജ്ഞാനിയാണെന്ന് നോക്കൂ. നമ്മളെന്താണ് കുംഭകർണനെ 2-3 ക്യാപ്സ്യൂളുകൾക്ക് മുമ്പ് ധരിച്ചിരുന്നത്? 6 മാസം കിടന്ന് ഉറങ്ങുകയും അത് കഴിഞ്ഞ് തിന്നും കുടിച്ചും നടക്കുന്ന ഒരു പൊണ്ണത്തടിയൻ, അങ്ങനെ ഒരു ഇമേജാണ് കുംഭകർണനുള്ളത്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസത്തിലേക്ക് പറഞ്ഞിട്ടുള്ള എത്രയോ വലിയ ജ്ഞാനികളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ് കുംഭകർണൻ എന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശം വെളിവാക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇനി നല്ലതിനല്ല നാം ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതൊന്നും നല്ലതല്ല, എന്നിട്ടും നമ്മൾ അതേ തന്നെ ചെയ്യുന്നു, അത് തന്നെ ചെയ്യുന്നു. അതിൻ്റെ കാരണം, അതിൻ്റെ കുറ്റക്കാർ ശരിക്കും നമ്മളല്ല, അത് പൂർവ്വജന്മാർജിത വാസന മൂലമാണ് എന്ന് കുംഭകർണൻ പറയും. നമ്മൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ശരീരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞുപോയ ജന്മങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ. അതിനാണ് പൂർവ്വജന്മവാസന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക്, നാം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റുകളുടെ പുറകെ പോകുന്നത്. ഇതിനെയൊക്കെ നമ്മൾ തിരുത്താനായിട്ട് പലതും ഉണ്ട് എന്നും കുംഭകർണൻ പറയുന്നുണ്ട്. ശാസ്ത്രം, വിവേകം, ഉപദേശം, ഇതെല്ലാം ഈ ലോകത്തുണ്ട് എന്ന് കുംഭകർണൻ പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ആൾക്കാർ ചെയ്തുകൂടാത്തത് തന്നെ പിന്നെയും ചെയ്യുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. ശാസ്ത്രങ്ങളുണ്ട്, വിവേകശാലികളായ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്, നമുക്ക് ഉപദേശം തരാനായിട്ട് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ പൂർവ്വജന്മ വാസന മൂലം നമ്മൾ പിന്നെയും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് വഴുതി വീണുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ചില ആൾക്കാർക്ക് നമുക്കറിയാം, ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അറിയാം. നമ്മളൊരു തെറ്റായ കാര്യം ചെയ്യുമ്പം അതിനെന്താണ് ഭവിഷ്യത്തുണ്ടാവുക എന്നും നമുക്കറിയാം. പക്ഷേ തെറ്റായ കാര്യങ്ങൾ നമ്മൾ പിന്തിരിയുന്നില്ല. ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, അതായത് സീതാദേവിയെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ, ഇതിനെക്കുറിച്ച് ഇതിന് മുമ്പും കുംഭകർണൻ രാവണനോട് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വളരെ മുമ്പേ അങ്ങയോട് പറഞ്ഞിരുന്നതാണ്, അങ്ങ് ഓർക്കുന്നുണ്ടോ? മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ, ഭവിഷ്യത് ഫലം, ഇങ്ങനെ ചെയ്യരുത്, ചെയ്താൽ ഇതിൻ്റെ ഭവിഷ്യത് ഫലം, ഭവിഷ്യത്ത് എന്താകും എന്ന് ഞാൻ വളരെ മുമ്പേ ഭവാനോട്, അങ്ങയോട് ഞാൻ പറഞ്ഞില്ലേ? മുന്നം വിചാരകാലം, ഇതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പം അന്ന് ഞാൻ പറഞ്ഞതൊക്കെ അല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അന്ന് ഞാൻ അങ്ങയോട് എന്തൊക്കെ പറഞ്ഞോ അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്നിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ മഹത്തായ വാക്ക് കുംഭകർണനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. മാനുഷ്യനല്ല രാമൻ, പുരുഷോത്തമൻ, നാനാജഗന്മയൻ, നാരായണൻ പരൻ. മനുഷ്യനല്ല ശ്രീരാമൻ, മനുഷ്യനല്ല ശ്രീരാമൻ, മര്യാദാ പുരുഷോത്തമനാണ്. നാനാ ജഗന്മയ, ജഗത്ത് മുഴുവൻ, ഭൂമി മുഴുവൻ, 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന നാരായണൻ, സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു തന്നെയാണ്. സീതയാകുന്നത് യോഗമായാദേവി, സാക്ഷാൽ യോഗമായാദേവിയാണ് സീതയായി അവതരിച്ചിരിക്കുന്നത്. ചേതസി നീ ധരിച്ചിടുക എന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ? ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലേ. രാമൻ മനുഷ്യനല്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും സീത യോഗമായാദേവിയാണെന്നും ഞാൻ നിന്നോട് പറഞ്ഞു തന്നതാണ്. എത്രയോ മുമ്പേ ഞാൻ പറഞ്ഞു തന്നതാണ്. അന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? അതൊക്കെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സംഭവിക്കുന്ന കാണുന്നുണ്ടോ? കൺമുമ്പിൽ കാണുന്നുണ്ടോ? എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നതൊക്കെ ഇപ്പോൾ അതേപോലെ തന്നെ നടക്കുന്നത് കണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈശ്വര കൽപ്പിതം ആർക്കും തടുക്കാവതല്ലല്ലോ. ഭഗവാന്റെ നിശ്ചയമാണ് ഇത്, ഈശ്വര കൽപ്പിതമാണ്, ഈശ്വരൻ്റെ നിശ്ചയമാണ്, ആർക്കും തടുക്കാവതല്ലല്ലോ. ആർക്കും അതൊന്നും തടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ നീ വിചാരിക്കുന്നുണ്ടാവും, രാവണ അങ്ങ് വിചാരിക്കുന്നുണ്ടാവും, ഞാനിതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന്. ഞാൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് സ്വാഭാവികമായിട്ടും താങ്കൾ സംശയിക്കുന്നുണ്ടാവും. അതിന് മറുപടി ഇതാണ്. ഒരു കഥയുണ്ട് അതിൻ്റെ പുറകിൽ. ഞാനൊരിക്കൽ വനത്തിൽ താമസിക്കുകയായിരുന്നു. ഞാൻ നരനാരായണ ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് മഹാനായിട്ടുള്ള നാരദ മഹർഷി അവിടെ വന്നു. എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? ലോകത്താണ്, ഭൂമിയിൽ നിന്നാണെന്ന് പറഞ്ഞു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, മറ്റ് ലോകങ്ങളിലൊക്കെ എന്തൊക്കെയുണ്ട്? നാരദ മഹർഷി എല്ലാം 3 ലോകങ്ങളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥലത്ത് നിന്ന് വരുന്ന ആളിനെ കണ്ടുമ്പോൾ ചോദിക്കത്തില്ലേ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അതേപോലെ കുംഭകർണനും ചോദിച്ചത്രേ നാരദനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠനായ രാവണൻ എന്ത് വലിയ ഉപദ്രവമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദ്രവത്തെക്കുറിച്ച് ദേവന്മാരും മുനിമാരും ഒക്കെ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം ഉണർത്തിച്ചിട്ട് പറഞ്ഞു, ഒരു രാവണന് ഒരു പ്രത്യേക വരം കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മാവാണ് ആ വരം നൽകിയത്. എന്താണ് ആ വരം? മനുഷ്യനായിട്ട് ജനിച്ച ഒരാൾക്ക് മാത്രമേ രാവണനെ നിഗ്രഹിക്കാൻ സാധിക്കൂ.
മനുഷ്യനെ കൊണ്ട് ഒരു മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് മാത്രമേ രാവണന് മരണം സംഭവിക്കൂ. അതുകൊണ്ട് അങ്ങയ്ക്ക് മാത്രമേ അവനെ വധിക്കാൻ സാധിക്കൂ, പക്ഷേ മനുഷ്യൻ്റെ കൈ കൊണ്ട് മാത്രമേ അവന് മരണം സംഭവിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് മനുഷ്യനായിട്ട് ജനിക്കണം, മനുഷ്യനായിട്ട് അവതരിക്കണം, എന്നിട്ട് ഞങ്ങളുടെ ഈ സങ്കടം മാറ്റണം, രാവണനെ വധിച്ച് ഈ ലോകത്തെ സങ്കടങ്ങളിൽ നിന്ന് അകറ്റണം. അപ്പോൾ നാരദൻ കുംഭകർണനോട് പറഞ്ഞത്രേ, മഹാവിഷ്ണു അവർക്ക് ഉറപ്പ് കൊടുത്തു. നമ്മൾ ചില മന്ത്രിമാരത്തൊക്കെ നിവേദനമായിട്ട് ചിലപ്പോൾ നിവേദക സംഘത്തിന് മന്ത്രിമാർ ചില ഉറപ്പൊക്കെ കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ മഹാവിഷ്ണു ആ നിവേദക സംഘത്തിന്, ദേവന്മാരും മുനിമാരും അടങ്ങുന്ന നിവേദക സംഘത്തിന് ഒരു ഉറപ്പ് കൊടുത്തു. ഞാൻ അധികം വൈകാതെ തന്നെ ഞാൻ അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ രാമനായി ഞാൻ അവതരിച്ചിട്ട് ഞാൻ രാവണനെ നിഗ്രഹിക്കും, അങ്ങനെ 3 ലോകങ്ങളുടെയും ദുഃഖം ഞാൻ അകറ്റും എന്ന് മഹാവിഷ്ണു അവർക്ക് വാക്കുകൊടുത്തു എന്നുള്ള ആ വിവരം നാരദ മഹർഷി കുംഭകർണനോട് പറഞ്ഞത്രേ. അപ്പോൾ ആ വിവരം ഇപ്പോൾ രാവണനോട് ആദ്യമായിട്ട് കുംഭകർണൻ പറയുകയാണ്. തുടർന്ന് അടുത്ത ക്യാപ്സ്യൂൾ, നമ്മുടെ 275-ാമത്തെ ക്യാപ്സ്യൂളിലും കുംഭകർണൻ തൻ്റെ ഉപദേശം പറഞ്ഞു നിർത്തും. അപ്പോൾ ഇനി എന്താണ് കുംഭകർണൻ പറയാൻ പോകുന്ന രാവണനോടൊന്ന് കാണാൻ നമുക്കടുത്ത 275-ാമത് ലക്കത്തിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.